ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങനെയായാൽ എതിരാളികൾക്ക് നമ്മിൽ ഒരു കുറ്റവും കണ്ടെത്താൻ അവസരമില്ലാത്തതിന് അവർ ലജ്ജിക്കും. തീത്തോസ് 3:5. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാച് അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്നവനാണ്. എന്തുകൊണ്ടാണ് സാത്താന് നമ്മോട് ഇത്രയും ദേഷ്യവും വൈരാഗ്യവും ഉള്ളത്? കാരണം നാം ഈശോയോടും ദൈവത്തോടുമുള്ള സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടത് കൊണ്ടാണ്. ആ കൂട്ടായ്മയിൽ ചേർക്കപ്പെടാൻ വിളിക്കപ്പെട്ടത് കൊണ്ടാണ് അവന് നമ്മോട് ഇത്ര ദേഷ്യം. അപ്പോ നമ്മിൽ കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറ്റം കണ്ടെത്തി അവനോടുമായി സഹകരിക്കുന്ന ഓരോ വ്യക്തിയിലും ചെന്ന് അവർ നമ്മുടെ കുറ്റങ്ങളെ എടുത്തു കാട്ടുകയും നമ്മെ കുറ്റം പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവനുമായി സഹകരിക്കാത്ത നമുക്ക് അവനുമായി സഹകരിക്കുന്നവരോട് ചേർന്ന് കളിയാക്കുന്നു. നമ്മളെ ഒരാൾ കുറ്റം പറയുകയോ കളിയാക്കുകയോ ചെയ്താൽ നമുക്ക് അയാളോട് ദേഷ്യവും വൈരാഗ്യവും തോന്നും. അങ്ങനെയായാൽ പിന്നെ നമ്മൾ അയാളോട് മിണ്ടാതാവുകയും പിന്നെ അത് അകൽച്ചയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അതൊരു ദുഃഖത്തിനും വിഷമത്തിനും കാരണമാകും. അപ്പോൾ നാം ഈശോയോടുള്ള സ്നേഹത്തിൽ നിലനിന്നാൽ നമ്മിൽ ഒരു കുറ്റവും കുറവും ഉണ്ടാവുകയില്ല. അങ്ങനെ എതിരാളികൾക്കും നമ്മിൽ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ അവസരമില്ലാത്തതിനാൽ അവർ ലജ്ജിക്കുമെന്നാണ് പൗലോസ്ലീഹ തീത്തോസിനോട് പറയുന്നത്. നാം ഈശോയിൽ നിലനിൽക്കണം. അവിടുത്തെ സ്നേഹത്തിന്റെ പരിപാലനയിൽ വളരണം. അപ്പോൾ നമ്മിൽ ഒരു സ്നേഹത്തിനും കുറവുണ്ടാവുകയില്ല. അങ്ങനെ കുറ്റങ്ങളും കുറവുകളും ഒന്നുമില്ലാതെ നാം വളരും. അപ്പോൾ വേറെ ആർക്കും നമ്മിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഒരാൾ കുറ്റം പറയുമ്പോൾ അയാളോടുള്ള ദേഷ്യം നമ്മിൽ കൂടുന്നു. അങ്ങനെ നമ്മെ ആരും കുറ്റം പറയാതിരുന്നാൽ നാം മറ്റുള്ളവരോട് അതീവ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കും.